ഒരു മോട്ടോർ സൈക്കിൾ 20 മീറ്റർ സഞ്ചരിക്കുന്ന സമയം കൊണ്ട് ഒരു സൈക്കിൾ 14 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും സൈക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? എല്ലാവർക്കും മുകുന്ദ് മാത്സിലേക്ക് സ്വാഗതം. കേട്ടറ്റ് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ 1 2023 ഒക്ടോബറിൽ നടത്തിയ പരീക്ഷ. അതിലെ ഗണിത ചോദ്യങ്ങളാണ്. 30 ഗണിത ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 2 രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് ഗണിത പഠന രീതിയും മറ്റൊന്ന് ഗണിത ചോദ്യങ്ങൾ. 10 ഗണിത പഠന രീതി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി 20 ഗണിത ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, കേട്ടറ്റ് പരീക്ഷ വിഷമം പിടിച്ചതാണ്. 6%, 7% പേര് മാത്രമേ ഓരോ സമയത്തും ഇതിൽ ജയിക്കാറുള്ളൂ. അതിൽ തടസ്സമായി നിൽക്കുന്നതിൽ ഒരു വിഷയം ഗണിതമാണ്. ഗണിതം പൊതുവെ ഒരു വിഷമമുള്ള കാര്യമായിട്ടാണ് വരാറുള്ളത്. അപ്പൊ അതിന്റെ മാർക്ക് എപ്പോഴും കുറയും. അങ്ങനെയാണ് പലപ്പോഴും 5-6 മാർക്കിനൊക്കെ കേട്ടറ്റ് കിട്ടാതെ പോകുന്നത്. വളരെ സിമ്പിളായി വളരെ വേഗത്തിൽ ഈ 20 ചോദ്യങ്ങളും ചെയ്യാനുള്ള വഴിയാണ്, അല്ല അതിനുള്ള ശ്രമമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും വളരെ ശ്രദ്ധയോടെ കാണുക. ഓരോ ചോദ്യവും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കുക. ഇതൊരു മാതൃക പ്രവർത്തനമായിട്ട് കാണുക. മറ്റുള്ള ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും ഇതേപോലെ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. തുടങ്ങാം. ചോദ്യം ആദ്യം തന്നെ വായിച്ചല്ലോ അല്ലെ? എന്താ കണ്ടുപിടിക്കേണ്ടത്? സൈക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും. അപ്പൊ സൈക്കിൾ സഞ്ചരിച്ച ദൂരം കിട്ടണം. അതിന് തന്നിട്ടില്ല എന്താ? മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും. അപ്പോ മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ചോദ്യമാണ്. മോട്ടോർ സൈക്കിൾ എന്താണ്? 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോ സൈക്കിൾ എത്ര ദൂരം സഞ്ചരിക്കും? ഇതും തമ്മിൽ എന്താ ബന്ധം? അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ. എന്താ അത്? മോട്ടോർ സൈക്കിള് 20 മീറ്റർ സഞ്ചരിക്കുമ്പോ സൈക്കിൾ 14 മീറ്റർ സഞ്ചരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കണം. അതിനെന്താ വഴി? ഇത് 1.5 കിലോമീറ്റർ ആണ്, ഇത് മീറ്റർ ആണ് അല്ലെ? അപ്പൊ ഇതിനെന്താക്കി മാറ്റണം? മീറ്റർ ആക്കി മാറ്റണം. 1.5 കിലോമീറ്ററിനെ മീറ്റർ ആക്കുമ്പോ എത്ര വരും? 1500 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 75 മടങ്ങ്. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ 75 മടങ്ങ് ഇതാകുമ്പോ ഇതിന്റെയും 75 മടങ്ങ് കാണുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് 75 ഗുണിക്കണം 14. 10 കൊണ്ട് 75 ഗുണിച്ചാൽ 750. 4 കൊണ്ട് 75 ഗുണിച്ചാൽ 300. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1050 ആണ് ഉത്തരം. 1050 മീറ്റർ. ഓപ്ഷൻ ഡി. രണ്ടാമത്തത്, 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയിൽ നിന്നും 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? ചോദ്യം ചെറുങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടില്ലേ? ഉത്തരം തെറ്റിപ്പോകും. എന്താണ് യഥാർത്ഥത്തിൽ 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയാണ്. 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 1 4 0 10,000. പക്ഷെ ഇത് ഒറ്റ സംഖ്യയല്ല, ഇരട്ട സംഖ്യയാണ്. ഇത് ഒറ്റ സംഖ്യയൊക്കെ എന്താ വഴി? അതിന്റെ കൂടെ 1 കൂട്ടുക. അതായത് 10,001. 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ. ഇതിൽ നിന്ന് കുറക്കണം. എന്ത് കുറക്കണം? 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ. 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാ? 9,999.
പക്ഷെ അത് ഒറ്റ സംഖ്യയാണ്. നമുക്ക് വേണ്ടത് ഇരട്ട സംഖ്യയാണ്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക വേണ്ടത്. ഒന്ന് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? 14 ആവും. അപ്പൊ അത് 5 അക്കമാണ്. 5 അക്കം വേണ്ട, 4 അക്കം മതി. അപ്പൊ ഒന്ന് കുറയ്ക്കുക വേണ്ടത് 9998. 10,001 നിന്ന് 9,998 കുറച്ചാൽ എത്ര വരും? 3 ആണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ 3/4 5/6 ഇടക്കുള്ള സംഖ്യ. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 25/36, 24/36, 29/36, 18/36. 4 ഓപ്ഷൻ. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എന്താ വഴി എന്നറിയോ? ശ്രദ്ധിക്കാൻ. മൂന്നാമത്തതാണ് 3/4 പിന്നെ 5/6 ഇടയിലുള്ള സംഖ്യ. ഞാൻ ആ ഓപ്ഷൻ എഴുതാം. 25/36, 24/36, 29/36, പിന്നെ എത്രയാ? 18/36. ഈ ഓപ്ഷൻ നമുക്കൊരു അനുഗ്രഹം. എന്താ അറിയോ? എല്ലാത്തിന്റെയും ഛേദം 36. അപ്പൊ ചെയ്യാവുന്ന കാര്യം, ഈ ഭിന്നസംഖ്യ 3/4 എന്ന ഈ ഭിന്നസംഖ്യയും 5/6 എന്ന ഈ ഭിന്നസംഖ്യയും ഛേദം 36 ഭിന്നസംഖ്യയാക്കി മാറ്റുക. 3/4 36 ഛേദമുള്ള ഭിന്നസംഖ്യയാക്കിയിട്ട് എങ്ങനെ മാറ്റും? 4നെ 9 കൊണ്ട് ഗുണിച്ചാൽ 36 ആവും. അപ്പൊ അംശത്തെയും ഛേദത്തെ ഗുണിക്കുമ്പോൾ അംശത്തെയും ഗുണിക്കണം. എന്ത് കിട്ടും? 27/36 പിന്നെ ഇത് 36 ആണെങ്കിൽ 6 കൊണ്ട് ഗുണിക്കണം. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനെ 6 കൊണ്ട് ഗുണിക്കണം. 30/36. വെരി സിമ്പിൾ. 27-നും 30-നും ഇടയിലുള്ള സംഖ്യ ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. 27 കഴിഞ്ഞാൽ പിന്നെ 28-ഉം 29 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതല്ല 29/36. ക്ലിയർ? അടുത്ത ചോദ്യം. 2215 മുതൽ 2250 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? 2215 മുതൽ 2250 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ നോട്ടത്തില് ഇത്രയും സംഖ്യകൾ, വലിയ സംഖ്യകളാണ്, 4 അക്ക സംഖ്യകളാണ്. അതിങ്ങനെ കൂട്ടി കൂട്ടി എഴുതുക എന്ന് പറഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ബുദ്ധിമുട്ടാതെ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണല്ലോ നമ്മുടെ ചലഞ്ച്, വെല്ലുവിളി. നോക്കാം. അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. അതില് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തോ? 2215 മുതൽ 2250 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിന് 2250 നിന്ന് 2215 കുറച്ചാൽ മതി. എന്നിട്ട് 1 കൂട്ടുക. 50 നിന്ന് 5 കുറച്ച് എത്രയാ? 35. അതിന്റെ കൂടെ 1 കൂട്ടിയാല് 36. 2215-ഉം 2250-ഉം അടക്കം ആകെ 36 സംഖ്യയുണ്ട്. എന്നിട്ടോ അതിനെ 2 കൊണ്ട് ഹരിക്കുക. ഹരിച്ചാൽ എത്ര വരും? 18. ഇപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? 2215, അതായത് ആദ്യത്തെ സംഖ്യ, ഇത് അവസാനത്തെ സംഖ്യ, ഇത് രണ്ടും കൂടെ കൂട്ടുക. ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂട്ടിയാല് 4465. 15-ഉം 50-ഉം കൂടെ കൂട്ടിയ 65, 22-ഉം 22-ഉം കൂടെ കൂട്ടിയ 44. എന്നിട്ട് ഈ 18-ലെ അതുകൊണ്ട് ഗുണിക്കും. 4465-നെ 18 കൊണ്ട് ഗുണിക്കാൻ ഒരുപാട് വഴിയുണ്ട്. തൽക്കാലം ഞാൻ അതൊന്നും പറയില്ല. ഡയറക്റ്റ് ആയിട്ട് ഗുണിക്കാം. 8 5 40, 4, 8 6 48 4 52, 8 4 32 വെച്ച് 37, 8 4 32 3 35. ഇനി 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യം ഇവിടെ ഒരു 0, പിന്നെ 5 6 4 4. ഇത് കൂട്ടിയാല് 0 7 3 10 8. 80 370 ഓപ്ഷൻ ഡി ഇതിന്റെ ഉത്തരം. അടുത്തത് 5-ാമത്തെ തന്ത്രസംഗ്രഹം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് സോമയാജി, നീലകണ്ഠ സോമയാജി.
ആറാമത്തത് 7, 77, 777 ഈ രീതിയിൽ 10 സംഖ്യകൾ വരെ എഴുതി എല്ലാ സംഖ്യകളുടെയും തുക കണ്ടാൽ തുകയുടെ 100ന്റെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത്? ഇതിപ്പം നേരത്തെ ഇവിടെ 4ാമത്തെ ചോദ്യം പോലെ തുകയാണ്. തുക 10 സംഖ്യകൾ ഏതൊക്കെയാ? 6ാമത്തെ ചോദ്യമാണ്. 7, 77, 777, 7777 ഇങ്ങനെ ആവർത്തിച്ച് 10 സംഖ്യകൾ എഴുതണം. എന്നിട്ട് അത് കൂട്ടണം. കൂട്ടിയിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. 100ാം സ്ഥാനത്തെ അക്കം എത്ര? അതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാണ്ട് മൊത്തം കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് 100ാം സ്ഥാനത്തെ അക്കം മതി. ഇതിങ്ങനെ എല്ലാം കൂട്ടി ചെയ്യാ, അത് വലിയ പാടല്ലേ? നമുക്ക് എന്തെങ്കിലും എളുപ്പമാർക്കുണ്ടോ നോക്കാം. ഇതിപ്പോ 1ാം സ്ഥാനത്തെ അക്കാണല്ലോ അല്ലേ? ഇതിങ്ങനെ കൂട്ടി ഇതിപ്പോ 1, 2, 3, 4 ഉള്ളൂ. പക്ഷെ എത്ര അക്കങ്ങൾ വരും? 10 സംഖ്യകളാവുമ്പോ 1ാം സ്ഥാനത്ത് 10 അക്കം വരും. 10 അക്കം എന്ന് പറഞ്ഞാൽ 7 ആണ്. 10, 7, 70 വരും. ബാക്കി 7. 10ന്റെ സ്ഥാനത്ത് എത്ര അക്കം വരും? ഇതിൽ നിന്ന് 1 കുറയ്ക്കുക അല്ലെ? കഴിച്ച് ബാക്കി 9. 9, 7, 63. ഈ ബാക്കിയുള്ള 7 കൂടെ കൂട്ടിയാലേ 70 തന്നെ. വീണ്ടും 7 ബാക്കി. നമുക്ക് 100ാം സ്ഥാനത്ത് അക്കാന്ന് വേണ്ടത്. 100ാം സ്ഥാനത്ത് എത്ര അക്കം വരും? എത്ര 7 വരും? ഇവിടെ 10, ഇവിടെ 9, ഇവിടെ ഓരോന്നിങ്ങനെ കുറഞ്ഞു വരുമല്ലോ അല്ലെ? അപ്പൊ ഇവിടെ എത്ര വരുന്നു? 8 എന്നല്ലേ വരുള്ളൂ. 8, 7, 56. ബാക്കിയുള്ള 7 63. അപ്പൊ കിട്ടിയല്ലോ 100ാം സ്ഥാനത്തെ അക്കം എത്രയാ? 3. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ എന്ന് കണ്ടുപിടിക്കേണ്ടത് 121, 51, 97, 117. ഈ 4 സംഖ്യ അഭാജ്യ സംഖ്യ എത്രയുള്ളൂ? അത് സിമ്പിൾ ആണ്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഘടകങ്ങൾ മാത്രമുള്ളതാണ് അഭാജ്യ സംഖ്യ. ഉദാഹരണത്തിന് 3, അതിന് 2 ഘടകങ്ങൾ. ഒന്ന് 1, മറ്റത് 3. അതുപോലെ 5, ഒരു ഘടകം 1 ആണ്, മറ്റത് 5 ആണ്. അതായത് 1ഉം അതേ സംഖ്യയും മാത്രം ഘടകമായി വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. അപ്പൊ 3ാമതൊരു ഘടകം വന്നാൽ അത് എന്തല്ല? അഭാജ്യ സംഖ്യയല്ല. 121 അല്ല. 11 ഗുണിക്കണം 11. അപ്പൊ 11 ഘടകമാണ്. 51 ആകുമ്പോൾ 5, 1 കൂടെ കൂട്ടി എത്ര വരും? 6. 3ന്റെ ഗുണിതമാണ്. 3 ഗുണിക്കണം 17, 51. 97 അവിടെ നിൽക്കട്ടെ. 117, 1ഉം 1ഉം 2, 7, 9. ഇത് ഒരേ സമയം 9ന്റെ ഗുണിതാണ്, 3ന്റെയും ഗുണിതാണ്. അപ്പൊ ഇതുമല്ല. പിന്നെന്താ വരുന്നത്? 97 ആണ്. ഈ 4 സംഖ്യകള് അഭാജ്യ സംഖ്യ. അടുത്തത് 8ാമത്തെ ചോദ്യം. 30 സ്റ്റാർ, 6 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, 15 എന്ന രീതിയിൽ സ്റ്റാർ ചിഹ്നത്തിന് പകരം താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം ക്രിയാചിഹ്നങ്ങൾ ക്രമമായി ഉപയോഗിച്ചാൽ ഉത്തരം 0 ആകും? മനസ്സിലായല്ലോ അല്ലേ? 1, 2, 3, 4, 5 5 സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിനിടയിൽ 4 സ്റ്റാർ തന്നിട്ടുണ്ട്. ശരിക്കും അത് എന്തല്ല? സ്റ്റാർ അല്ല, സംഖ്യ ചിഹ്നങ്ങളാണ്, ക്രിയാചിഹ്നങ്ങളാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ ഏതാണ് ഇതിന് ശരിയാവും? അതെന്താ വഴി? നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കുക, അല്ലാണ്ട് വേറെ മാർഗമില്ല. എന്നാൽ മാത്രമേ അതിന്റെ കറക്റ്റ് ഉത്തരം കിട്ടും. ഇപ്പൊ 30, 6, 4, 5, 15. 1ാമത്തെ ഓപ്ഷൻ എ ഏതാ? ഇവിടെ ഹരണം, പിന്നെ വ്യവകലനം, പിന്നെ ഗുണനം, പിന്നെ പ്ലസ് സങ്കലനം. പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? ആദ്യം ഹരണം ചെയ്യണം, പിന്നെ ഗുണനം ചെയ്യണം, സങ്കലനം, വ്യവകലനം. അതാണ് ഇതിലെ രീതി. ഹരണം, ഗുണനം, സങ്കലനം, വ്യവകലനം. അപ്പൊ ആദ്യം നമുക്ക് ഹരണം ചെയ്യുമ്പോൾ 30 ഹരിക്കണം 6, 5 മൈനസ് 4 ഗുണിക്കണം 5, 20 പ്ലസ് 15. ഇപ്പൊ 1ാമത്തെ ഇത് കഴിഞ്ഞു. അതിന് അടുത്ത പ്ലസ് ആണ്. പ്ലസ് വരുമ്പോ 5ഉം പ്ലസ് 15 കൂട്ടി എത്രയാ? 20. പിന്നീട് മൈനസ് 20 എത്രയാ? 0 ഇവിടെ കിട്ടി. അപ്പൊ 1ാമത്തെ ഓപ്ഷൻ തന്നെയാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം.
200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 9ാമത്തെ ചോദ്യം. 8200. അതിൽ 4 ഓപ്ഷനാണ്. 74, 100, 81, 64. ഇതില് ഒറ്റയടിക്ക് ഇത് പറ്റൂല എന്ന് നമുക്ക് പറയാം. കാരണം 8200ന്റെ കൂടെ 100 കൂട്ടി എത്ര കിട്ടും? 8300. ഒരു സംഖ്യ പൂർണ്ണവർഗമാകണമെങ്കിൽ അതിന്റെ വലതു ഭാഗത്ത് 2 0, അത് കറക്റ്റാണ്. പക്ഷെ കഴിച്ച് ബാക്കിയുള്ള സംഖ്യയല്ലേ 83, ഇതൊരു പൂർണ്ണവർഗമല്ല. അപ്പൊ ഇതെന്തല്ല, ഇത് കൂട്ടിയോണ്ട് കഴിയില്ല, 100 കൂട്ടിയോണ്ട് കഴിയില്ല. ബാക്കിയുള്ളത് 74, 81, 64. അത് കൂട്ടി നോക്കുക. 8200ന്റെ കൂടെ 74 കൂട്ടുക, 8274. എന്നിട്ട് അത് പൂർണ്ണവർഗമാണോ എന്നറിയാൻ ഇതിനെ ഈ 2 സംഖ്യകൾ വീതമുള്ള ഗ്രൂപ്പാക്കി തിരിക്കുക. 74, 82. എന്നിട്ട് 82നേക്കാളും തൊട്ട് താഴെയുള്ള പൂർണ്ണവർഗം 81, അതിന്റെ വർഗ്ഗമൂലം 9. അതുകൊണ്ട് 9, 9, 81 വരും അല്ലേ? ഇവിടെ 9 ഇട്ടാലേ പിന്നെ 174. അപ്പൊ ഇതിന്റെ ഒരു മടങ്ങ് 18. ഇവിടെ നമ്മൾ 1 എന്ന് ഇട്ടാല് ഇവിടെ 100 ഇല്ല, കിട്ടൂല. ഇവിടെ 174 പോയി. അതായത് ഈ 1 കൊണ്ട് 151 ഗുണിച്ചാല് 174 കിട്ടൂലല്ലോ. അപ്പൊ ഈ 74 എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് 81 നോക്കാം. 8200ന്റെ കൂടെ 81 കൂട്ടിയാൽ 8281. വീണ്ടും നമ്മൾ ഇതിനെ 2 സംഖ്യകൾ വീതമുള്ള ഗ്രൂപ്പാക്കുന്നു. 82ന് തൊട്ട് താഴെയുള്ള സംഖ്യ 81 പൂർണ്ണവർഗം, അതിന്റെ വർഗ്ഗമൂലം 9, അതുകൊണ്ട് ഹരിക്കുന്നു. അപ്പൊ ഇവിടെയും 9, 9, 9, 81. ഇനി 82ൽ നിന്ന് 81 കുറച്ചാൽ 1, 81. ഇതിന്റെ ഒരു മടങ്ങ്, അതായത് 18. ഇവിടെ നമുക്കൊരു സംഖ്യ ഇടാം. 1, 1, 2 എന്തായാലും കുഴപ്പമില്ല. അതിന് ചെറിയ സംഖ്യ ഇവിടെ 1 ഇടുമ്പോ 151 കറക്റ്റ് ആണല്ലേ? അപ്പൊ 151 കിട്ടിയല്ലോ. എന്താ ഉത്തരം? 81. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 100 മുതൽ 999 വരെ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര 3 അക്ക എണ്ണൽ സംഖ്യകൾ ഉണ്ട്? ചോദ്യം. 100 മുതൽ 999 വരെ ഉള്ള സംഖ്യ 5 കൊണ്ട് നിശ്ചയഹരിക്കാൻ കഴിയുന്ന എത്ര എണ്ണം ഉണ്ട്? ഒരു 3 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് 999നെ 5 കൊണ്ട് നിശ്ചയഹരിക്കാൻ കഴിയില്ല. 5 കൊണ്ട് നിശ്ചയഹരിക്കാൻ കഴിയുന്ന ഇതിന് തൊട്ട് താഴെയുള്ള സംഖ്യ 995. അതിനെ സ്റ്റെപ്പായിട്ട് എടുക്കുക. അടുത്ത സ്റ്റെപ്പ് 995ൽ നിന്ന് 100 കുറക്കുക, 895. എന്നിട്ട് അതിനെ ഈ 5 കൊണ്ട് ഹരിക്കുക. ഹരണം ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. 179 കിട്ടും. എന്നിട്ട് അതിന്റെ കൂടെ 1 കൂടെ കൂട്ടുക, 180 ആണ് ഇതിന്റെ ഉത്തരം. സ്റ്റെപ്പ് മനസ്സിലായല്ലോ? ആദ്യം ഒന്നുകിൽ ഇത് 5 കൊണ്ട് നിശ്ചയഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ പിന്നെ ഈ 995 എടുക്കേണ്ടതില്ല. അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇത് എടുത്തത്. അങ്ങനെ കിട്ടിയ ഈ സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചു, വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ചു, 895. അതിനെ 5 കൊണ്ട് ഹരിച്ചു, 179. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടും 180. ഓപ്ഷൻ സി. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം ആകാവുന്നത് 4 ഓപ്ഷനാണ്. 9 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ. ഈ 4 എണ്ണത്തിൽ ഏതാണ്? ഇതിപ്പോ വായിക്കുമ്പോ ഇതിലെല്ലാ വശവും ആയിക്കൂടെ, എന്തപ്പോ തെറ്റ് എന്ന് തോന്നിയിട്ട് ഉത്തരം എഴുതിയാൽ
അത് തെറ്റിപ്പോകും. ഇതിന് ശരിയായ ഒരു ഉത്തരം മാത്രമേ ഇതിലുള്ളൂ 4 അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. 11ാമത്തെ ചോദ്യം ഇതാണ്. ത്രികോണം എന്ന് സങ്കല്പിക്കാം. ഇതിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണെന്നും സങ്കല്പിക്കാം. 4 ഓപ്ഷൻ ഉണ്ട്: 9, 10, 11, 12. ഇതിലേതാണ് ശരിയാവുക? ഒരു ത്രികോണം വരക്കാൻ 3 വശങ്ങൾ വേണമെന്ന് അറിയാത്ത ഒരാള്. പക്ഷേ എല്ലാ അളവിലും ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ അളവുണ്ട്. ആ ശാസ്ത്രം എന്താ അറിയോ? അതില് ഏത് വശം എടുത്താലും ആ വശത്തിനേക്കാൾ കൂടുതൽ വേണം തൊട്ടടുത്ത വശത്തിന്റെ അളവ്. ഉദാഹരണത്തിന് 5, 6, 7. ഇതിൽ 7 എന്ന് പറയുന്ന ഈ വശം 5, 6 കൂടെ കൂട്ടിയാൽ 7നേക്കാൾ കൂടുതലാണ്. ഇനി 5 എന്ന വശം 6, 7 കൂടെ കൂട്ടിയാൽ 5നേക്കാൾ കൂടുതലാണ്. 6 എന്ന വശം 5, 7 കൂടെ കൂട്ടിയാൽ 6നേക്കാൾ കൂടുതൽ. അങ്ങനെയായിരിക്കും. അങ്ങനെ അല്ലാത്തൊരു വശം പറയാം. ഇപ്പോ 5, 5, 10. ഈ 5 എടുക്കുമ്പോ 5, 10 കൂടെ കൂട്ടിയാൽ സംഗതി ഇതിനേക്കാൾ കൂടുതലാണ്. പക്ഷെ 10 എന്ന വശം എടുക്കുമ്പോഴോ 5, 5 കൂടെ കൂട്ടിയാൽ 10 കിട്ടുള്ളൂ. അപ്പം ഈ അളവില് ഒരു ത്രികോണം വരക്കാൻ കഴിയില്ല. അതെന്താണെന്ന് അറിയോ? ഇവിടെ ഇപ്പം ഒരു വശം 10 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് പറയാഎന്താ, ഇവിടെ നിന്ന് 5 സെന്റിമീറ്ററിൽ ഒരു ആരം വരക്കുന്നു. അങ്ങനെ ആരം വരച്ചു ഇവിടെ കിട്ടി. 5 ഇവിടെ കിട്ടി. ഇതിന് അതുപോലെ ഇവിടുന്ന് വരച്ചാൽ കിട്ടും എവിടെയാ? ഇവിടെ തന്നെ. ഇത് രണ്ടും കൂടെ ഏറ്റുമുട്ടുക ഈ വരയിലായിരിക്കും. ത്രികോണം വരക്കാൻ പറ്റുമോ? ആ കണ്ടീഷൻ ഇവിടെ ഈ വശത്തിൽ ഏതാണ് പ്രാവർത്തികമാകുന്നത് നോക്കിയാൽ മതി. ഇപ്പൊ 9 ആണെങ്കിൽ നമ്മൾ 9 എടുക്കുന്നെങ്കിൽ മറ്റ് 2 വശങ്ങളുടെ തുക എന്തായിരിക്കും? 3 വശങ്ങൾ കൂടെ കൂട്ടിയതാണല്ലോ ചുറ്റളവ് എന്ന് പറയുന്നത്. അതിൽ ഒരു വശം 9 ആണെങ്കിൽ മറ്റേ 2 വശം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 11 കിട്ടും. ഇവിടെ 9നേക്കാൾ വലുതാണ് 11. അപ്പൊ ഇത് ശരിയാണ്. ഇനി 10 എടുക്കുന്നെങ്കിലോ 10 കഴിച്ച് ബാക്കി എന്ത് കിട്ടും? 10 കിട്ടും. ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ പറ്റൂല. 11 ആണെങ്കിലോ അത് 9 ഇതിനേക്കാൾ കുറവാണ്. 12 ആണെങ്കിൽ 8 ആണ്. അപ്പൊ ഇത് തുല്യവും ഇത് കുറവുമാണ്. കൂടുതലുള്ളത് 9 മാത്രമാണ്. മറ്റ് 2 വശങ്ങളുടെ തുക. അപ്പൊ ഓപ്ഷൻ സി 9. ഓക്കെ, അടുത്ത ചോദ്യം. 1 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ ഏതക്കമാണ് ഏറ്റവും കുറവ് എണ്ണം ആവർത്തിക്കുന്നത്? 4 ഓപ്ഷൻസ് ആണ്. 1, 0, 9, 5. ഈ 4 എണ്ണത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത്? 1 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ ഏത് അക്കമാണ് ഏറ്റവും കുറവ് ആവർത്തിക്കുന്നത്? ഉത്തരം 0 ആണ്. ഇതാണ് ഉത്തരം. അതെന്താ 0 വരുന്നത്? ഏതാ? 10, 20, 30, 40, 50, 60, 70, 80, 90. ഇതിൽ മാത്രമേ 0 വരുന്നുള്ളൂ. പക്ഷെ 1, 9, 5 ബാക്കി എല്ലാ സംഖ്യകളും 1, 11, 21, 31 മാത്രമല്ല 1 വരുന്നത്. 11, 12, 13, 14, 15 അതിലെല്ലാം 1 വരുന്നുണ്ട്. 11 എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 2 ഉണ്ട്. അതുപോലെ ഇവിടെ 99 എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2 വരുന്നുണ്ട്. ഓക്കെ, 0 ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 9ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ തുക. 9ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങൾ ഏതൊക്കെയാ? 9, 18, 27, 36, 45, 56, 63. ഓക്കെ, ഇത് എല്ലാം കൂടി കൂട്ടിയതിന്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവ ഒന്നും കൂട്ടി നോക്കാതെ ഇതിന്റെ ഉത്തരം കാണുവാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന്റെ നടുവിലുള്ള സംഖ്യ ഏതാണ്? അതായത് 7 സംഖ്യ അല്ലെ, അതിൽ 1 കുറച്ചാൽ അപ്പുറത്തെ 3 ഇപ്പുറത്തെ 3, നടുവിൽ വരുന്നത് 4ാമത്തെ സംഖ്യ. ഇത്
ആ 36നെ 7 കൊണ്ട് ഗുണിച്ചാൽ ഇതിന്റെ ഉത്തരമായി. 7 സംഖ്യകളാണല്ലോ. അപ്പൊ നടുവിലത്തെ സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ 7 6 42, 7 3 21 4 25, 252. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ 1/3ന്റെ 3/4 ഭാഗം 48 ആയാൽ സംഖ്യ എത്ര? ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് അതിന്റെ ഉത്തരം? എന്താ? ഒരു സംഖ്യയുടെ 1/3ന്റെ 3/4 ഭാഗം 48 ആണ്. ആദ്യത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ അറിയോ? 1/3ന്റെ 3/4 കണ്ടുപിടിക്കുക. അപ്പൊ 3 പോയി, അതായത് 1/4 ആണ് കണ്ടുപിടിക്കുന്നത് ഒരു സംഖ്യയുടെ. അപ്പൊ എന്ത് കിട്ടും? 48 കിട്ടും. ഇനി കാണാൻ എന്താ വഴിയെന്ന് അറിയോ? ഇതില് 142 എടുക്കുക, അതിന്റെ 1/4 കണ്ടുപിടിക്കുക, എന്നിട്ട് 48 കിട്ടുന്നുണ്ടോ നോക്കുക. ഇപ്പൊ 142നെ 4 കൊണ്ട് ഇപ്പൊ നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം 42നെ 4 കൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 142നെ പറ്റിയല്ല. അപ്പൊ ഇത് ഒന്നാമത്തത് തെറ്റ്. 190നെയും 4 കൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പൊ അതും തെറ്റ്. 150നെ നമുക്ക് 4 കൊണ്ട് നിശ്ചയം ഹരിക്കാം, പക്ഷെ 45 കിട്ടും. പക്ഷെ നമുക്ക് 48 ആണ് കിട്ടുന്നത്. പിന്നെ 192നെ 4 കൊണ്ട് ഹരിക്കാൻ എന്താ വഴി? അതിന്റെ പകുതി കാണുക 96, വീണ്ടും പകുതി കാണുക 48. 192നെ 4 കൊണ്ട് ഹരിക്കാൻ ആദ്യം പകുതി കാണുക, വീണ്ടും അതിന്റെ പകുതി കാണുക, 48 കിട്ടും. അപ്പൊ അത് അതിന്റെ ഉത്തരമായി ഡി, 192. ഒരാൾ 500 രൂപ നോട്ട് മാറിയപ്പോൾ 10 രൂപ നോട്ടും 20 രൂപ നോട്ടുമാണ് കിട്ടിയത്. ആകെ നോട്ടുകളുടെ എണ്ണം 70 ആയാൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 90, ബി 60, സി 40, ഡി 30. ഇതൊരു രസകരമായ ചോദ്യമാണ്. ഈ ചോദ്യം 2023 ഒക്ടോബർ മാസത്തില് ശരിക്കും ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം ഇതാ. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ചോദ്യം കണ്ടല്ലോ അല്ലേ? ഒരാൾ 500 രൂപ നോട്ട് മാറിയപ്പോൾ 10 രൂപ നോട്ടും 20 രൂപ നോട്ടുമാണ് കിട്ടിയത്. ആകെ നോട്ടുകളുടെ എണ്ണം 70 ആയാൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ കണ്ടില്ലേ? 90, 60, 40, 30. ഈ ചോദ്യമാണ്. ആ ചോദ്യമാണ് ഞാനിപ്പോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്താ പറയാ ഇങ്ങനെ കാണിക്കാൻ, ഈ ചോദ്യം ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ, ഇതൊരു പൊട്ട ചോദ്യം ആയതുകൊണ്ടാണ്. അതെങ്ങനെ പൊട്ട ചോദ്യമാണത്? ഇപ്പം മുഴുവനും നോട്ടുകളുടെ എണ്ണം 70 എന്ന് പറഞ്ഞല്ലോ, അത് മുഴുവനും 10 ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ എത്ര വരും? 700 രൂപ വരും. 10 ആണെങ്കിൽ തന്നെ. പിന്നെ 20 നോട്ടിന്റെ പ്രസക്തിയില്ല, ആകെ 500 രൂപയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലും, ഇനി നിങ്ങൾ അല്ലാത്ത ഏത് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടുകയില്ല, ഈ 500 രൂപ നോട്ട് നമുക്ക് ചില്ലറയാക്കിയിട്ട് മാറി കിട്ടൂല. അതിനൊക്കെ എത്രയോ പൈസ കൂടി പോകും. ഓക്കെ, അപ്പൊ ഇതിന് ഈ ചോദ്യം പ്രസക്തമല്ല, ഉത്തരം ഒന്നും പ്രസക്തമല്ല. ആ ചോദ്യം നമുക്ക് വിടാം. അടുത്തത്, ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുകയുടെയും ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസം എത്ര? ആദ്യത്തെ 20 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ എന്താ വഴി? എത്ര ഇരട്ട സംഖ്യയുണ്ടോ? 16ാമത്തെ ചോദ്യമാണേ. എത്ര ഇരട്ട സംഖ്യയുണ്ടോ? ഇവിടെ എത്രയുള്ളത്? 20. അതിന്റെ 21 തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ആദ്യത്തെ 20 ഇരട്ട സംഖ്യയുടെ തുക. 20ന്റെ 21 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്, ഇതാണ് തുക. ഇനി 20 എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ എന്താ വഴി? അതായത് 1 മുതൽക്ക് 20 വരെ എണ്ണൽ സംഖ്യകൾ അല്ലെ, അത് 20ഉം 1ഉം കൂടെ കൂട്ടുക, 21. എന്നിട്ട്
എത്ര എണ്ണമാണോ അതിന്റെ പകുതി കൊണ്ട് ഗുണിക്കുക. 210. ഇരട്ട സംഖ്യയുടെ തുക 420, എണ്ണൽ സംഖ്യയുടെ തുക 210. ഇനി എന്താ വേണ്ടത്? വ്യത്യാസമാണ്. 420 നിന്ന് 210 കുറച്ചാൽ എത്ര കിട്ടും? 210. അതിന്റെ ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഒരു വരിയിൽ മുന്നിൽ നിന്നും 10ാമതുള്ള വ്യക്തി പിന്നിൽ നിന്നും 20ാമതുള്ള വ്യക്തിയുടെ മുന്നിലായി 4ാമതാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇത് വളഞ്ഞ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാണ്. വരിയിൽ മുന്നിൽ നിന്നും 10ാമത്, അത് നമുക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെ അങ്ങോട്ട് ആ വ്യക്തി എവിടെ നിൽക്കുന്നത്? 20ാമതുള്ള വ്യക്തിയുടെ പിന്നിൽ നിന്നും മുന്നിലായ, അപ്പൊ എത്ര വരും? 24ാമതായി. ഇനി ആ വരിയിൽ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ 10ഉം 24ഉം കൂടെ കൂട്ടുക, 34. എന്നിട്ട് അതിൽ നിന്ന് 1 കുറക്കുക. ഇതാണ് ഉത്തരം ഓപ്ഷൻ ബി. 36/2.5 ഗുണിക്കണം 0.77/28 സമം 0.396 ആയാൽ 7.25 ഗുണിക്കണം 3.6/0.28 വില എത്രയാണ്? അതിവിടെ എഴുതാം. 18ാമത്തെ ചോദ്യം 36/2.5 ഗുണിക്കണം 0.77/28 സമം 0.396. ഇത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 7.7/0.25 ഗുണിക്കണം 3.6/0.28 വില കണ്ടുപിടിക്കണം. അപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇത് 36, ഇവിടെയും 36, ഇത് 77, ഇവിടെയും 77, ഛേദം മാറ്റി വരുന്നത് ഒരേ സംഖ്യകളാണ്. ദശാംശ സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. അതുപോലെ ഛേദം മാറ്റി വരുന്നത് 25, 25, 28, 28. ഇപ്പം അക്കങ്ങൾക്കൊന്നും വ്യത്യാസമില്ല, അതായത് സംഖ്യകൾക്ക് വ്യത്യാസമില്ല, ദശാംശ സ്ഥാനത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാതെ, കാരണം ഇതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് വെച്ച് ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിളാണ്. ഇതിലെ അംശത്തില് ആകെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 2. ഇവിടെ ദശാംശ സ്ഥാനമില്ല, ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ ഒരു ദശാംശ സ്ഥാനം, രണ്ടും കൂടി 2 ദശാംശ സ്ഥാനം. അപ്പൊ അംശത്തിലുള്ള ദശാംശ സ്ഥാനത്തിന് ഇവിടെയും ഇവിടെയും വ്യത്യാസമില്ല. ഓക്കെ. ഇനി ഛേദത്തിന് ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1 വന്നിട്ടുണ്ട്. ഇവിടെയോ? ഇവിടെ 2, ഇവിടെ 2, 4 വന്നിട്ടുണ്ട്. അപ്പം അംശം പ്രശ്നമല്ല, ഛേദത്തില് 3 ദശാംശ സ്ഥാനം അധികം വന്നിട്ടുണ്ട്. അപ്പം ആ ദശാംശ സ്ഥാനം പോക്കാൻ 3 ദശാംശ സ്ഥാനം വന്നാൽ, ഛേദത്തിൽ 3 ദശാംശ സ്ഥാനം വന്നാൽ ആ ദശാംശ സ്ഥാനം പോക്കാൻ എന്താ വഴി എന്നറിയോ? 3 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. 3 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാല് ഇതിനെ 0.396 3 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക, അതായത് 1000 കൊണ്ട് ഗുണിക്കുക. ഇതില് 3 ദശാംശ സ്ഥാനം അല്ലേ? ഇതിന് 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 39630. ഇതില് 3 ദശാംശ സ്ഥാനം വരുമ്പോ 1, 2, 3 ഇപ്പുറം ദശാംശ സ്ഥാനം വെച്ച് മാറ്റുന്നത് 396. ഓപ്ഷൻ ബി ഇതിന്റെ ഉത്തരം. ഏത് രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത? നമുക്കൊരു 2-3 സംഖ്യകൾ എഴുതാം. ഏത് രണ്ടക്ക സംഖ്യ? ഇപ്പൊ 24, 45, 76 നേരിക്കാം. ഇപ്പൊ 3 സംഖ്യകൾ നമ്മൾ എടുത്തു. അതിലെ അക്കങ്ങളുടെ തുക കുറക്കുക. 24-ൽ നിന്ന് അക്കങ്ങളുടെ തുക 6, എത്രയാ? 18. 45-ൽ നിന്ന് 9 കുറക്കുന്നു, 4 വെച്ച് കൂടെ കൂട്ടിയാൽ 9, 36. 76-ൽ നിന്ന് 7 കൂടെ കൂട്ടിയാൽ 13 കുറക്കുന്നു, 63.
ഇങ്ങനെ ഉത്തരം കിട്ടി. ആ ഉത്തരത്തിന്റെ പ്രത്യേകത 2ന്റെ ഗുണിതാണോ? ഇത് 2ന്റെ ഗുണിതമല്ല. അപ്പൊ ഓപ്ഷൻ തെറ്റ്. 5ന്റെ ഗുണിതാണോ? 18, 36, 63 അല്ല. 6ന്റെ ഗുണിതാണോ? 63 6ന്റെ ഗുണിതമല്ല, അത് തെറ്റ്. 9ന്റെ ഗുണിതാണോ? 18 9ന്റെ ഗുണിതാണ്, 36 ആണ്, 63 ആണ്. അപ്പൊ ഇതില് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം. 9ന്റെ ഗുണിതമാണ്. അടുത്ത ചോദ്യം. തുടർച്ചയായ 7 ഒറ്റ സംഖ്യയുടെ തുക 63 ആണ് എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ 7 ഒറ്റ സംഖ്യയുടെ തുക 63 ആണ്. അപ്പൊ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ആണ് കണ്ടുപിടിക്കുന്നത്. 1 2 3 4 5 6 7. 7 ഒറ്റ സംഖ്യകൾ, തുക 63. അപ്പം ഇതിലെ നടു 1 2 3 4 5 6 7, നടു ഇതാണല്ലോ അല്ലേ? ഇതിലെ സംഖ്യ ഏതായിരിക്കും അറിയോ? 63 7 കൊണ്ട് ഹരിക്കുക 9 ആയിരിക്കും. കാണാനുള്ള എളുപ്പ വഴിയാണ്. ഓക്കെ, ഒറ്റ സംഖ്യകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇത് താഴെയുള്ള മതി, ചെറിയ സംഖ്യ മതി. 7 5 3. ഇതാണ് ഉത്തരം, ഓപ്ഷൻ എ. ക്ലിയർ?